അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കോഴിക്കോടിൻ്റെ സ്വന്തം പത്തിരിയായിട്ടുള്ള ഗോതമ്പ് പത്തിരി അല്ലെങ്കിൽ മടക്കി ചപ്പാത്തി അങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. ഒരുവിധം കോഴിക്കോട്ടുകാരുടെ വീട്ടിലൊക്കെ എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന ഒരു പത്തിരിയും കൂടെയാണിത്. നമുക്ക് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു പത്തിരിയും കൂടെയാണിത്. ഒരുവിധം എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും. എന്നാലും കുറച്ച് പേരൊക്കെ എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി റെസിപ്പിയിലേക്ക് പോവാം. ബിസ്മില്ലാ. അപ്പോൾ നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. ആദ്യം തന്നെ നമുക്ക് പൊടി കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതവിടെ 2 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പൊടി കുഴച്ചെടുക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് മൈദ തീരെ താല്പര്യമില്ലെങ്കിൽ ആട്ട മാത്രം എടുത്തിട്ടും ഉണ്ടാക്കാം. ഞാൻ അങ്ങനെയും ഉണ്ടാക്കലുണ്ട്. പക്ഷേ കുറച്ച് മൈദ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കാണാനും കഴിക്കാനൊക്കെ രസം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് ഈ പൊടിയിൽ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതാ നമുക്ക് ഇളം ചൂടുള്ള വെള്ളം ചേർത്തിട്ട് ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ വെള്ളം ചൂടാക്കി എടുക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കാം. പിന്നെ അത് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ അത്ര അങ്ങോട്ട് സോഫ്റ്റ് ആക്കിയിട്ട് കുഴക്കണ്ട. എന്നാൽ നമ്മൾ കണ്ണച്ചപത്തിരീൻ്റെ പോലെ അത്ര ഹാർഡായിട്ടും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു മീഡിയം സോഫ്റ്റ്നെസ്സിൽ വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. നമ്മളിത് ആ മാവൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഞാനിതിപ്പോൾ തന്നെ മടക്കി പരത്താൻ പോവാണ്. ഞാനിതെല്ലാം മടക്കി പരത്തി വെച്ച് പിന്നെ ഓരോന്നോരോന്നാണ് നീട്ടി പരത്തുക. അപ്പോൾ തന്നെ അത്യാവശ്യം റെസ്റ്റിംഗ് ടൈം കിട്ടിക്കോളും. പിന്നെ ഈ ചെറിയ ബൗളിലിട്ടിട്ട് കുഴച്ചെടുത്തതുകൊണ്ട് അത്ര നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ പത്തിരി പലയിലിട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ട് അമർത്തി കുഴച്ചെടുക്കുകയാണ്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വലുപ്പമുള്ള പത്തിരി തന്നെയാണ് ഉണ്ടാക്കൽ. നിങ്ങൾക്ക് ഇതിലും ചെറിയ സൈസിലാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുത്താൽ മതി. ഇനി ഇത് നമ്മളെ പത്തിരി മടക്കുമ്പോൾ തേച്ച് കൊടുക്കാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് മൈദപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഉരുള എടുത്തിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് പരത്തി കൊടുക്കുക. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ ആ ഒരു കനത്തിൽ നല്ല വട്ടത്തിൽ അങ്ങോട്ട് പരത്തിയെടുക്കുക. വലിയ ഷേപ്പൊന്നും പ്രശ്നമില്ല, ഏത് ഷേപ്പിലായാലും കുഴപ്പമില്ല. നമുക്കത് അങ്ങോട്ട് മടക്കാനുള്ളതാണ്. പൊടി ഇട്ട് പരത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല എളുപ്പത്തിൽ പരത്തിയെടുക്കാനും പറ്റും. നമ്മളെ പത്തിരി നല്ലോണം പൊള്ളി നല്ല ലെയറായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മളിത് നല്ല വട്ടത്തിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഓയിൽ അങ്ങോട്ട് തേച്ച് കൊടുത്തിട്ട് നമുക്ക് മടക്കിയെടുക്കാം. നമ്മൾ കണ്ണച്ചപത്തിരീൻ്റെ വീഡിയോയിൽ ഞാൻ 2-3 തരത്തിലുള്ള മടക്കൽ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഓരോ മടക്കിലും കുറച്ച് ഓയിലൊക്കെ തേച്ച് കൊടുത്തിട്ട് അങ്ങോട്ട് മടക്കി കൊടുക്കാം. ഇതും കണ്ണച്ചപത്തിരിയൊക്കെ ഉണ്ടാക്കുന്നത് ഏകദേശം ഒരേപോലെയൊക്കെ തന്നെ ആണെങ്കിലും ഇതിൻ്റെയൊക്കെ ടേസ്റ്റിലും അതേപോലെ തന്നെ ടെക്സ്ചറിലൊക്കെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു ടൈപ്പിൽ മടക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ കണ്ണച്ചപത്തിരി മടക്കുന്ന ആ ഒരു രീതിയിലും കൂടെ കാണിച്ചു തരാം. ഒരു ഫ്ലവർ ടൈപ്പിൽ. ഇത് നിങ്ങൾക്കൊരുവിധം എല്ലാവർക്കും പരിചയം ഉണ്ടാവും. പക്ഷേ നമ്മളിത് സാധാരണ സ്ക്വയർ ടൈപ്പിലാണ് മടക്കൽ. അപ്പോൾ വേഗം പണി കഴിയുകയും ചെയ്യും, നമുക്ക് സ്പീഡിൽ ചെയ്യാനും പറ്റും. പക്ഷേ ഈ പൂവുള്ള ടൈപ്പ് മടക്കുമ്പോൾ ആ പത്തിരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ പരത്തുമ്പോൾ ഈ പത്തിരിക്ക് കുറേ ലെയേഴ്സായിട്ട് വരുമല്ലോ, അതുകൊണ്ടായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ ഇതെല്ലാം മടക്കി പരത്തുന്ന പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മടക്കി അതൊക്കെ നീട്ടി പരത്തുന്ന പരിപാടി നോക്കാം. അപ്പോൾ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഈ നീട്ടി പരത്തുന്ന സമയത്ത് നമ്മൾ സ്ക്വയർ ടൈപ്പിൽ വെക്കാതെ, നമ്മൾ ഈ മടക്ക് ഇങ്ങനെ സ്ക്വയർ ടൈപ്പിൽ വെക്കാതെ കുറച്ച് ഡയമണ്ട് ഷേപ്പിലാക്കി വെച്ചിട്ട് നീട്ടി പരത്തുകയാണെങ്കിൽ പത്തിരിക്ക് കുറച്ചും കൂടെ നല്ല ഷേപ്പ് കിട്ടും. നമ്മൾ സ്ക്വയർ ടൈപ്പിൽ വെക്കുമ്പോൾ അങ്ങനെ 4 മൂലയായിട്ടാണ് ഈ ഒരു ഷേപ്പ് കിട്ടുക, അല്ലെങ്കിൽ ഇതാ ഈ ഒരു ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് പത്തിരി ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ദോശക്കല്ലാണ് വെച്ചിട്ടുള്ളത്. ഇതിൽ ഞാൻ 3 പത്തിരി ഒരുമിച്ചിട്ടിട്ട് ചുട്ടെടുക്കും. 3-4 എണ്ണമൊക്കെ ചുട്ടെടുക്കുക, കുറച്ചും കൂടി ചെറുതാക്കിയിട്ട് പരത്തുകയാണെങ്കിൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ പണി കഴിയും. ഓരോന്ന് ചുട്ടെടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. നമ്മൾ പത്തിരി പൊരിച്ചെടുക്കുന്ന പോലെയല്ല, നമ്മളിതേപോലെ ചുട്ടെടുക്കുമ്പോൾ പൊരിച്ചെടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ സമയം എടുക്കും. അപ്പോൾ ഇതാ പത്തിരി ഇട്ട് കൊടുത്ത് ഒരു സൈഡ് ചൂടായപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഓരോ ടേബിൾ സ്പൂൺ ഓയിൽ വീതം ഓരോ പത്തിരീൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സൈഡും നമുക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ തീരെ കുറഞ്ഞു പോകരുത്. ഓരോ പത്തിരിക്ക് 2 ടേബിൾ സ്പൂൺ വീതം ഓയിൽ എടുത്തിട്ടെങ്കിലും നമ്മൾ ചുട്ടെടുക്കണം. ഇനി ഓയിലിൻ്റെ പകരം നിങ്ങൾക്ക് നെയ്യ് യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചിട്ടും ചുട്ടെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ തീയിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. വല്ലാതെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്നും ചുട്ടെടുക്കരുത്. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ, നിങ്ങൾ അടുപ്പിന് ചൂട് കുറവാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചുട്ടെടുക്കണം. ഇനി ഇതാ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക. ചട്ടകം കൊണ്ട് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊള്ളി കിട്ടും. നല്ലൊരു കളറായി കിട്ടുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മാറ്റാം.
ഇനി നിങ്ങൾക്ക് ഈ പത്തിരി സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമ്മളൊരു സിപ്ലോക്ക് കവറിലോ അല്ലെങ്കിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിലോ വെച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുക. 1-1.5 ആഴ്ച വരെയൊക്കെ കേടാവാതിരിക്കും. അപ്പോൾ ഈ വാട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചൂടുള്ള കല്ലിലേക്ക് പത്തിരി ഇട്ട് കൊടുക്കുക. പത്തിരീൻ്റെ ഒരു സൈഡ് ചൂടാവുമ്പോൾ മറിച്ച് ഇട്ട് കൊടുക്കുക. അങ്ങനെ 2 സൈഡും ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നതിനാണ് നമ്മൾ വാട്ടിയെടുക്കുക എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ പത്തിരി തമ്മിൽ സ്റ്റിക്ക് ആവാതെ നമുക്ക് അട്ടിക്ക് വെച്ചിട്ട് തന്നെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ള പത്തിരിയാണിത്. നല്ലോണം ചൂടാറിയതിന് ശേഷം ഫ്രീസറിൽ വെക്കുക. പിന്നെ അത് ചുട്ടെടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചെയ്തല്ലോ അതേപോലെ തന്നെ എണ്ണ ഒഴിച്ചിട്ട് ചുട്ടെടുക്കാൻ പറ്റും. പിന്നെ ഈ പത്തിരി ചുട്ട ഉടനെ തന്നെ നല്ല ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ക്രിസ്പിനെസ് ഒക്കെ ഉണ്ടാവും. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങളിത് കാസറോളിൽ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഡ്രൈ ആയിപ്പോവും. കാസറോളിൽ വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇത് ആട്ട മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പത്തിരിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ ഡിഫറൻസ് കണ്ടില്ലേ, കുറച്ചൊന്ന് ഡാർക്ക് ആയിരിക്കും. അതേപോലെ ടേസ്റ്റിലും ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് ഗ്രേവി ഇല്ലാത്ത ടൈപ്പ് കറി ആയാലും കുഴപ്പമില്ല. അധികം കറീൻ്റെ ഒന്നും ആവശ്യമില്ല. റോസ്റ്റ് ആയാലും അല്ലെങ്കിൽ ബുൾസൈയോ ഓംലേറ്റ് ഒക്കെ തന്നെ ആയാലും നമുക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റിയൊരു പത്തിരിയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ റെസിപ്പി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നല്ല നല്ല കോഴിക്കോടൻ വിഭവങ്ങളൊക്കെ കാണാനും കഴിക്കാനൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.